കാത്തിരിക്കുകയാണ്. നിലപാടിന്റെ നായക ഒരൊറ്റ ശബ്ദത്തോടുകൂടെ ആദർശം പറയാൻ, ഈ ഉമ്മത്തിനോട് നിലപാട് പറയാൻ, ഈ രാജവാദികളുടെ രാജകുമാരനായി അങ്ങേക്ക് പാലക്കാടിന്റെ ഈ സ്വീകരണ സമ്മേളനത്തിലേക്ക് കടന്നു വരാം. ബഹുമാനപ്പെട്ട ശൈഖുനാ എം.ടി. ഉസ്താദ്, സമസ്തയുടെ മുശാവറ അംഗങ്ങൾ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ വീഡിയോയും ഈ ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വല്ലാത്തൊരു കുളിര്, വല്ലാത്തൊരു ആനന്ദം, വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ, വല്ലാത്തൊരു ആത്മനിർവൃതി അത് അനുഭവപ്പെടുന്നില്ല? നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിന് കാരണം എന്താ? ഒരൊറ്റ കാരണമേ ഉള്ളൂ. സയ്യിദുൽ ഉലമയെ ജനം, ഈ ഉമ്മത്ത് ഇങ്ങനെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകളാ. ബാപ്പു ഹാജിയോട് ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകളാ. എന്താണ് ആ വാക്കുകള്? പ്രിയപ്പെട്ട ബാപ്പു ഹാജി, എന്റെ തങ്ങള് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലം വരും. അന്ന് ആ തങ്ങളെ നിങ്ങള് കൈവിടല്ലേ, നിങ്ങൾ കൂടെ നിൽക്കണേ ബാപ്പു ഹാജി എന്ന് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞത്. ശംസുൽ ഉലമയുടെ ആവശ്യം, ആ ആവശ്യത്തെ ഈ ഉമ്മത്ത് ബാപ്പു ഹാജിയോട് പറഞ്ഞത്, അത് നമ്മളോട് എല്ലാവരോടും പറഞ്ഞതാണെന്ന് നമ്മൾ അങ്ങ് കേട്ടിട്ട് ആ ആവശ്യം, ശൈഖുനാ ശംസുൽ ഉലമയുടെ ആവശ്യത്തെ ശിരസ വഹിച്ചുകൊണ്ട് എന്റെ ജിഫ്രി തങ്ങളെ നമ്മളെല്ലാവരും ഇങ്ങനെ നമ്മുടെ ജിഫ്രി തങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് കാണുമ്പോ ഇതിൽ പരം ആനന്ദം മറ്റെന്താണ് നമുക്കുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ഇന്നലെ മണ്ണാർക്കാട്ട്, പാലക്കാടിന്റെ മണ്ണിലെ മണ്ണാർക്കാട്ട് സമസ്തയുടെ സന്ദേശയാത്ര, ജിഫ്രി തങ്ങൾ നയിക്കുന്ന സന്ദേശയാത്ര, 100ാം വാർഷികത്തിന്റെ പ്രചരണം എന്ന രീതിയിലുള്ള സന്ദേശയാത്ര, ആ സന്ദേശയാത്ര മണ്ണാർക്കാടിന്റെ മണ്ണിൽ വന്ന് നിൽക്കുമ്പോ ആ മണ്ണാർക്കാടിന്റെ മക്കള് എന്റെ ജിഫ്രി തങ്ങളെ, നമ്മുടെ ജിഫ്രി തങ്ങളെ ഇങ്ങനെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് കാണുമ്പോ അന്ന് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകള് നെഞ്ചിലൊരു ഇടിമുഴക്കം എന്ന രീതിയിൽ ഇങ്ങനെ കാതുകളിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട ബാപ്പു ഹാജി, എന്റെ തങ്ങള് ഇത് ഏറ്റെടുത്ത് നടത്തുന്ന കാലഘട്ടം വരുമ്പോ അന്നെ തങ്ങളെ നിങ്ങള് ഒറ്റപ്പെടുത്തരുത്, കൂടെ നിൽക്കണമെന്ന് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകള്. ആ ശംസുൽ ഉലമയുടെ വാക്കുകളെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയോ? ഈ ദീനിനെ ദീനാക്കി മാറ്റിയത്, നമ്മളെ മുസ്ലിമാക്കി മാറ്റിയത്, ഈ ഉമ്മത്തിനെ ഉമ്മത്താക്കി മാറ്റിയത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തന്നത്, ഇവിടെ ദീന് സ്ഥാപിച്ചത്, നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്, ദീന് പഠിപ്പിച്ചു തന്നത് അത് ശംസുൽ ഉലമയായിരുന്നില്ല മക്കളെ? ആ ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകളാ. ഞാനില്ലാത്ത കാലത്ത്, ഞാനിത് ഏറ്റു നടത്താനില്ലാത്ത കാലത്ത്, അന്ന് എന്റെ തങ്ങൾ ഇത് ഏറ്റെടുത്ത് നടത്തുമെന്ന് പറയുമ്പോ ആ തങ്ങളോടൊപ്പം നിൽക്കണമെന്ന് തങ്ങള് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞപ്പോ അത് നമ്മൾ ആരും കേട്ടതല്ല. പക്ഷെ അത് കേട്ട ബാപ്പു ഹാജി നമ്മളോട് പറഞ്ഞു തന്നു. പ്രിയപ്പെട്ട ബാപ്പു ഹാജിയോട് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു, അന്ന് തങ്ങളെ കൂടെ നിങ്ങൾ നിൽക്കണേ എന്ന്.
ശംസുൽ ഉലമ പറയുമ്പോ ഇന്ന് നമ്മൾ ആ തങ്ങളോടൊപ്പം നിൽക്കുമ്പോ ഇതൊക്കെ ശംസുൽ ഉലമ കാണുന്നില്ലെന്ന് വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കോ? ശംസുൽ ഉലമ എത്രത്തോളം ആനന്ദിക്കുന്നുണ്ടാവും, എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? കാരണം എന്താ? ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകള്, ഞാൻ പറഞ്ഞ വാക്കുകള് എന്റെ ഉമ്മത്ത് ഏറ്റെടുക്കുന്നത് കാണുമ്പോ പ്രിയപ്പെട്ട മശായിഖ്, പ്രിയപ്പെട്ട ഷേഖ് കുതുബുൽ അഖ്താബ് അല്ലേ, ഇലാ ഹളറത്തി ശൈഖനാ ശംസുൽ ഉലമ അബീ ബക്കറിൽ കാതിബിൽ ഖാദിരി എന്നല്ല നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് അല്ലേ? ഇലാ ഹളറത്തി ശൈഖനാ ശംസുൽ ഉലമ അബീ ബക്കറിൽ കാതിബിൽ ഖാദിരി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഫാത്തിഹ ഓതുന്നത് അല്ലേ? എല്ലാ ദിവസവും ചെയ്യാറില്ലേ? ചെയ്യണം. സമസ്തയുടെ മക്കളാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ശൈഖിന്റെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതണം. അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമടോ, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ജീവിതം സംരക്ഷണമുള്ളതായി മാറും. നിങ്ങളൊന്ന് ചെയ്തു നോക്ക് എല്ലാ ദിവസവും. ആ ശൈഖുന ഇതൊക്കെ കാണുമ്പോ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടാവും, പുഞ്ചിരി തൂകുന്നുണ്ടാവൂലേ? ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് എന്താ ഒരു സംശയം? മണ്ണാർക്കാട്ട മക്കളോട് ഇപ്പൊ ഇത് വലിയ ഒരു ആവേശമായി മാറിയിരിക്കുക അല്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂരിൽ നമ്മൾ കണ്ടത്, തിരൂരിൽ കണ്ടപ്പോ മലപ്പുറത്തെ ആളുകൾ കരുതി അതിലും വലുത് എന്റെ ജിബ്രീ തങ്ങൾ മലപ്പുറത്ത് എത്തുമ്പോ തിരൂരിനേക്കാളും മികച്ചു നിൽക്കുന്നത് അതിനെ കവച്ചു വെക്കുന്ന ഒരു സ്വീകരണം, ഒരു രാജകീയ സ്വീകരണം മലപ്പുറത്തിന്റെ മണ്ണിൽ ഉണ്ടാക്കണമെന്ന് മലപ്പുറത്തിന്റെ മക്കൾ കരുതി. അവരത് ചെയ്തപ്പോ മണ്ണാർക്കാടിന്റെ മക്കള് അവർക്കതിലേറെ മലപ്പുറത്തിനെയും മണ്ണാർക്കാട്ടെയും സ്വീകരണങ്ങൾക്ക് മീതെ നിൽക്കുന്നതൊന്ന് മണ്ണാർക്കാട് ഉണ്ടാകണമെന്ന് മണ്ണാർക്കാടിന്റെ പാലക്കാടിന്റെ മക്കൾ തീരുമാനിച്ചപ്പോ അവിടുത്തെ ജനങ്ങനെ ആർത്തിരമ്പി വന്നപ്പോ എന്റെ സയ്യിദുൽ ഉലമ മണ്ണാർക്കാടിന്റെ മണ്ണിൽ കാല് കുത്തുമ്പോ അവിടെ ഇരു കൈയും നീട്ടി മണ്ണാർക്കാട്ടെ മക്കള് സ്വീകരിക്കുമ്പോ തക്ബീർ ധ്വനികൾ മുഴക്കുമ്പോ ഇതൊക്കെ കാണുമ്പോ നമുക്ക് എല്ലാവർക്കും വല്ലാത്തൊരു അനുഭൂതിയില്ലേ? ഇതൊക്കെ കാണുമ്പോ നമുക്ക് ആർക്കെങ്കിലും അസൂയുണ്ടോ? മലപ്പുറത്ത് സ്വീകരണങ്ങൾ നൽകിയവർക്ക് അസൂയുണ്ടോ? തിരൂരിൽ സ്വീകരണങ്ങൾ നൽകിയവർക്ക് അസൂയുണ്ടോ? ഇതിലും മികച്ചു നിൽക്കണം ഇനിയുള്ള ഓരോന്നും എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാ? നമ്മളോട് നമ്മുടെ ശൈഖുന ശംസുൽ ഉലമ ആവശ്യപ്പെട്ടതാണ്. തങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്ന കാലം വരുമ്പോ ആ കാലഘട്ടത്തില് എന്റെ തങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണമെന്നല്ലേ അന്ന് ശൈഖുന പറഞ്ഞത്? അതോടൊപ്പം നിൽക്കാനല്ലേ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്ത് സമസ്തയോടൊപ്പമാണ്, ഈ ഉമ്മത്ത് ജിബ്രീ തങ്ങളോടൊപ്പമാണ്, ഈ ഉമ്മത്ത് മത്സരിക്കുകയാണ്. എന്റെ ജിബ്രീ തങ്ങളെ സന്തോഷിപ്പിക്കാൻ, തങ്ങളുടെ മനം നിറക്കാൻ ഈ ഉമ്മത്ത് മത്സരിക്കുകയാ. കാരണം എന്താ? നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാണോ എന്ന് മുത്ത് റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിക്കുകയാ. ആ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത് റസൂല് പഠിപ്പിച്ച കാര്യങ്ങള്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാ. ഞാൻ സ്നേഹിച്ചത് എന്റെ ശൈഖുനയാ, ശൈഖുനാ ശംസുൽ ഉലമയാ, റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെയാ, സയ്യിദുൽ ഉലമയാണ്. അവരോടൊപ്പം നിൽക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? ആണടോ. അതുകൊണ്ടല്ലേ ഈ ഉമ്മത്ത് ഇങ്ങനെ മത്സരിച്ച് സ്വീകരണം ഒരുക്കുന്നത്. ഇത് കാണുമ്പോ വല്ലാത്തൊരു നിർവൃതിയാ, വല്ലാത്തൊരു ആത്മാഭിമാനമാ. അതിലേറെ അല്ലാഹ് നൽകിയ തൗഫീക്ക്, അതിന് അൽഹംദുലില്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ആ തൗഫീക്ക്? ഈ സമസ്യയോടൊപ്പം നിൽക്കാൻ കഴിയുക എന്നുള്ള തൗഫീക്ക്, ഈ മഹാപ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ കഴിയുക എന്നുള്ള തൗഫീക്ക്. ആ തൗഫീക്ക് എന്താണ്? ആ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് തൗഫീക്ക്. അത് തന്നെയാണ് ദീനിനോടൊപ്പം നിൽക്കാൻ കഴിയുക, ഉമ്മത്തിനോടൊപ്പം നിൽക്കാൻ കഴിയുക എന്നുള്ള തൗഫീക്ക്. അല്ലേ? അല്ലെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ജിഫ്രി തങ്ങളുടെ ജീവിതം എന്നെടുത്ത് നിങ്ങൾ പരിശോധിക്കുക. മുൻഗാമികളുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ വാചാലനാവുന്നില്ല. ശൈഖുനാ ശംസുൽ ഉലമയുടെ ജീവിതത്തെ കുറിച്ച്, ദൈനംദിന ജീവിതത്തെ കുറിച്ച്, റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ദൈനംദിന ജീവിതത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല.
ഇനി സംശയമുള്ളവർക്ക് വാഴക്കാടൊന്ന് പോയി കഴിഞ്ഞാൽ ആ വാഴക്കാട്ട മക്കാമില് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കിടക്കുന്നുണ്ട്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്ത് ആ വാഴക്കാടൊന്ന് പോയി കഴിഞ്ഞാൽ വാഴക്കാട്ട് ജനം പറഞ്ഞു തരും ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ് എന്ന്. ഈ കേരളക്കരയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, ആരായിരുന്നു EK അബൂബക്കർ മുസ്ലിയാർ ശൈഖുനാ ശംസുൽ ഉലമ ആരായിരുന്നു എന്ന് പറഞ്ഞു തരും. ഇനി ഈ നൂറ്റാണ്ട് അല്ലെങ്കിൽ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ആരാണ് ശൈഖുനാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സയ്യിദുൽ ഉലമ ആരാണെന്നുള്ളതാണ്. ഒന്നെടുത്ത് പരിശോധിക്കണം എല്ലാവരും. ദൈനംദിന ജീവിതം, ഓരോ ദിവസവും രാവ് ഇരുട്ടി പിന്നെ നേരം വെളുത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സൈക്കിളിൽ ജിഫ്രി തങ്ങളുടെ ജീവിതം എല്ലാവരും ഒന്നെടുത്ത് പരിശോധിക്കുക. തഹജ്ജുദ് നിസ്കരിച്ചു തുടങ്ങുന്ന ആ ജീവിതം, സുബഹി നിസ്കാരം കഴിഞ്ഞുള്ള അദ്കാറുകളും വിറുദുകളുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ജീവിതം, ഒരു വലിയ ഇൽമിന്റെ നിറകുടമായി നിൽക്കുമ്പോ ആ ഇൽമിന്റെ നിറകുടം ദീൻ എന്താണെന്ന് വ്യക്തമായ ബോധ്യമുള്ള ഒരു ഇൽമിന്റെ നിറകുടമല്ലേ ജിഫ്രി തങ്ങള്. ആ ജിഫ്രി തങ്ങളല്ലേ നമ്മളെ നയിക്കേണ്ടത്, ആ ഉമ്മത്തിന് വഴി കാട്ടേണ്ടത് ജിഫ്രി തങ്ങളല്ലേ ആണെന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹം ആണയിട്ട് പറയുക. അതല്ലേ നമ്മള് തിരൂരിൽ കണ്ടത്, അതല്ലേ നമ്മൾ ആലപ്പുഴയിൽ കണ്ടത്, അതല്ലേ നമ്മൾ എറണാകുളത്ത് കണ്ടത്, മലപ്പുറത്തും കണ്ടത് അത് തന്നെയാണ്. മണ്ണാർക്കാടിന്റെ മണ്ണിൽ അത് തന്നെ കാണുന്നു. ഇന്ന് ആ യാത്ര തമിഴ്നാട്ടിലെ നീലഗിരിയിലെത്തി നിൽക്കുകയാ. അവിടെയും നമുക്ക് കാണാനുള്ളത് ഇത് തന്നെയാണ് അല്ലേ. നമ്മൾ ആരാണിപ്പോ? നമ്മള് ശൈഖുനാ ശംസുൽ ഉലമയുടെ ആവശ്യം, നിർദ്ദേശം അത് ശിരസ വഹിച്ച ആളുകളാണ് നമ്മള്. ഈ സമസ്തയുടെ പടയാളികളാണ് നമ്മള്. ഈ ദീനിന്റെ കാവൽക്കാരാവണം നമ്മള്. അതാവണം നമ്മള്. ആദർശ വിശുദ്ധിയുള്ളവരാവണം നമ്മള് അല്ലേ. എന്തേ ശൈഖുനാ ശംസുൽ ഉലമക്ക് അന്ന് അങ്ങനെ പറയാൻ തോന്നിയതിന് കാരണം എന്താ? ശൈഖുനാ ശംസുൽ ഉലമക്ക് അറിയാമായിരുന്നു, കാലം കടന്നു പോകുമ്പോ എന്റെ തങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന കാലം വരുമ്പോ അന്ന് മാറി നിന്ന് മുനാഫിക്കിന്റെ പണിയെടുക്കാൻ ഒരു കൂട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യം ശൈഖുനാ ശംസുൽ ഉലമക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ആരോടൊപ്പം നിൽക്കണമെന്ന് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുത്ത് വഴികാട്ടിയതാണ് ശൈഖുനാ ശംസുൽ ഉലമ. ബാപ്പു ഹാജിയിലൂടെ അത് നമ്മളിലേക്ക് എത്തി അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശൈഖുനാ ശംസുൽ ഉലമക്ക് അന്ന് ഇങ്ങനെ പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നാനുള്ള കാരണം എന്താ? ഇങ്ങനെ എന്റെ തങ്ങൾ വന്ന് ഏറ്റെടുത്ത് നടത്തുമ്പോ മുനാഫിക്കുകൾ ഒരു ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടല്ലേ അന്ന് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞത്. അന്ന് ഈ ഉമ്മത്തിന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എവിടെ നിൽക്കണം എന്നുള്ള കാര്യത്തിൽ ഈ ഉമ്മത്തിന് ഒരു സംശയം പോലും ആശങ്ക പോലും ഉണ്ടാവാൻ പാടില്ല. ആ ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടിയാണ് അന്ന് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞത്, ബാപ്പു ഹാജി എന്റെ തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കാലം അന്ന് എന്റെ തങ്ങളുടെ കൂടെ നിൽക്കണം, എന്റെ തങ്ങളെ ഒറ്റപ്പെടുത്തരുത് എന്ന് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞത്. അത് നമ്മൾ ശിരസ വഹിക്കണം. കാരണം തങ്ങൾ പോകുന്ന പാതയിലാണ് നമുക്ക് സത്യത്തെ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളത് നമുക്ക് ആര് പറഞ്ഞു തന്നു? ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞു തന്നു. അതിന്റെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് വല്ലാത്തൊരു തൗഫീഖ. ആ തൗഫീഖ് സമസ്തയുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ തൗഫീഖിനൊപ്പം മുന്നോട്ട് പോകാൻ, ആ സമസ്തയോടൊപ്പം നിന്ന് മരിക്കാൻ ഇനി നമ്മൾ തൗഫീഖ് ഉണ്ടാകണേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? പലർക്കും തൗഫീഖ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ തൗഫീഖ് പാതി വഴിയിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. നമുക്ക് തൗഫീഖ് ഉണ്ട്, ആ തൗഫീഖ് പാതി വഴിയിൽ കട്ടായി പോകരുത് എന്ന് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം അല്ലാഹുവോട്. സമസ്തയോടൊപ്പം നിന്ന് സമസ്തക്കാരനായി മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവണേ എന്ന് അല്ലാഹുവോട് പറയണം. കാരണം സമസ്ത എന്ന് പറയുന്നത് ദീനാണ്. ദീൻ എന്ന് പറയുന്നത് ദീന് സമസ്ത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും വേണം. തൗഫീഖ് വല്ലാത്തൊരു അനുഭവമാണ്. ആ തൗഫീഖ് എല്ലാവർക്കും ഉണ്ടാവില്ല. ആ തൗഫീഖ് നിലനിന്നോളണം എന്നുമില്ല എല്ലാ കാലത്തും. അതാണ് പലരും മുനാഫിക്കുകളായി മാറി നിൽക്കേണ്ട ഗതികേട് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ശംസുൽ ഉലമയാണ് നമ്മളോട് പറഞ്ഞത്. സയ്യിദുൽ ഉലമയുടെ കൂടെ നിൽക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത് ആരാ?
ശൈഖുനാ ശംസുൽ ഉലമയാണ്. ആ നിർദ്ദേശം നമ്മള് ശിരസ വഹിക്കണം. രണ്ടുണ്ടാവരുത്, നമുക്ക് സംശയം ഉണ്ടാകരുത്. മനസ്സിലായില്ലേ? വിപരീതങ്ങൾ പറയുന്ന കാര്യങ്ങളില് നമുക്ക് ഒരു സംശയം, ഒരു കടുകുമണിയോളം പോലും സംശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ എന്തുണ്ടാകുമെന്ന് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത്തിപ്പറ്റ ഉസ്താദ് എന്താ പറഞ്ഞത്? സമസ്തയുടെ മുഷാവറ പറയുന്ന കാര്യത്തില് നിന്റെ മനസ്സില് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ, കടുകുമണിയോളം സംശയം നിന്റെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്റെ ഈമാന് നീ പരിശോധിക്കണമെന്നാണ് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ സമസ്തയോട് കളിക്കേണ്ട മക്കളെ, ഇത് ശൈഖുനാ ശംസുൽ ഉലമയുടെ നിർദ്ദേശം ശിരസ വഹിച്ചവർക്ക്, ആ തൗഫീഖ് ഉണ്ടായവർക്ക് മാത്രമേ ഇതോടൊപ്പം നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ